ഈ ഓന്ത് നിറം മാറുക കേട്ടില്ലേ അതിനൊരു ഉദാഹരണം. സാദിഖലി ശാബ്ദങ്ങൾ 100% സമസ്ത വിരോധിയാണെന്ന് ഇനി എന്തിനാ വേറെ ഇവിടെ ഒരു ടെസ്റ്റ് നടത്തിയാണ്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിലെ CIC വിഷയത്തിൽ അയാൾ സമസ്ത പ്രവർത്തകരോടും സമസ്തയുടെ ആലിമീങ്ങളോടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതി മാത്രം മതി സമസ്തയുടെ ഏറ്റവും വലിയ വിരോധികളുടെ ലിസ്റ്റിൽ അയാൾക്ക് ഇടം നേടാൻ. അത് മതിയല്ലോ. എന്തിനാ വേറെന്താ വേണ്ടി? പിന്നെ എന്തിനാ അയാൾ വിരോധിയല്ലാന്ന് പറയേണ്ട ആവശ്യം? ഇപ്പോൾ ലാസ്റ്റ് അയാൾ പ്രസിഡന്റ് ആയിരിക്കുന്ന സമസ്തയുടെ പോഷക സംഘടനയാണ് സുന്നി യുവജന സംഘം. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി പുത്തൻവാദങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിൻ വെച്ചപ്പോൾ എനിക്കെതിരെ പറയുന്നറിയാണ്ട് ചെറിയ മുല കുടിക്കുന്ന കുട്ടികളെ പ്രായത്തിലുള്ള കുട്ടികളെ വാശി പോലെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ക്യാമ്പയിനെ പൊളിച്ചടക്കി കൈ കൊടുത്ത മനുഷ്യനാണ് അയാൾ സമസ്ത വിരോധിയല്ലാന്ന് എങ്ങനെ പറയും? ഇതേ തങ്ങൾ തന്നെയാണ് പറയുന്നത് സമസ്ത ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കണം, അതിനെ പുച്ഛിക്കരുത്. ഈ പറഞ്ഞ ആൾ തന്നെയാണ് പുച്ഛിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ എഴുതിയ മാതിരി തന്നെ ഇവലെന്നെ ഒക്കെ പറഞ്ഞും വെക്കും, ഇവലെന്നെ ചെയ്യും ചെയ്യാം. ഇവലൊക്കെ ബാക്കിൽ നിൽക്കുന്നവൻ്റെ അവസ്ഥ ആലോചിക്കുകയാണ്. ഇത് ഇയാൾ കയ്യിനോട് കൂടെ ഉണ്ടല്ലോ ആ പാർട്ടിൻ്റെ ഒരു മൂലക്കലാക്കി കൊടുക്കും. അതപ്പം ഉണ്ടാവുക ഇവൽക്കത്ത് ലീഗ് ഇവലെ പുതിയ ലീഗ് എന്ന് പറഞ്ഞാൽ ജയിച്ചലും ഇത് മാത്രമാണ്. അത് മാത്രമല്ല മുസ്ലിം ലീഗ് ഉണ്ടാക്കിയോല ഉദ്ദേശം. അത് നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവരെ കയറി വെച്ചിട്ടാവും നമ്മളെ നേതാക്കന്മാർ പറയാത്തത്. പക്ഷെ ഉള്ളിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അത് പറയലുണ്ട്. അതിന് ഈ ബോധക്കാർക്ക് വേണ്ടേ? ബോധമില്ലാത്തവരോട് എത്ത് പറയാനാ? അന്തമില്ലാത്ത അന്തംഗമ്മികളോട്. 10-12 വർഷം പഠിച്ചിട്ട് എത്ര ഹുദവികൾ ഇന്ന് സമസ്തന് കൂടെ ഉണ്ട്? ഓലക്ക് അന്നും കാര്യം കൊടുത്തത് സമസ്തന്റെ പേരിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇന്ന് അവരെ നിങ്ങളെ ഈ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. KC കുറ്റൂർ പറഞ്ഞ ചെക്കനൊക്കെ എന്തോ പറയാറോ, എന്ത് മുഷാറാന്നറിയും. നമുക്ക് ഒരു ബഹുമാനമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ കൂടുതൽ കളിക്കേണ്ട ആൾക്കാർ ആരാണ്? ബിരുദധാരികളാണ്, ഉദവികളും വാഫിയും. ഒരു പണ്ഡിതന്മാരല്ലേ? സമസ്തനെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ വളരെ ചുരുക്കമായിരിക്കും, നാടന്മാർ ചുരുക്കമായിരിക്കും. എല്ലാവരും ഭൗതികപരമായ കാര്യങ്ങൾ കൊടുക്കുന്ന രാഷ്ട്രീയക്കാരെ പിന്നിലേ പോകുള്ളൂ. ஆனால் ദുന്യാവ് അവിടെ കിട്ടും. ഇവിടെ ഒന്നും കിട്ടൂല. ഇവിടെ ആത്മീയ രസമല്ലാണ്ട് ഒന്നും കിട്ടൂല സമസ്തന്ന്. അതായത് സമസ്തൻ്റെ ജിഫ്രി മുത്തുക്കോത്തങ്ങൾ അംഗീകരിക്കാത്ത, സമസ്തൻ്റെ 40 അംഗ മുഷാവറക്കും തീരുമാനം അംഗീകരിക്കാത്ത ഒരു പൈച്ചിയും വേണ്ട നമുക്ക്, ഒരു CICയും വേണ്ട നമുക്ക്, ഒരു വാഫിയും വേണ്ട. ഇത് അംഗീകരിച്ചിട്ട് വാ. സമസ്തക്ക് പാണക്കാട് തങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റായിരുന്നോ അന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ സമസ്ത ഉണ്ടാവും. പിന്നെ പാണക്കാട് തങ്ങന്മാർക്ക് സമസ്ത വേണം, മനസ്സിലേ? അതേപോലെ സമസ്തക്കാർക്ക് പാണക്കാട് തങ്ങളെയും വേണം എന്നല്ലാതെ കണ്ട് സമസ്ത നിലനിൽക്കാൻ പാണക്കാട് തങ്ങന്മാർ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അത് നിലനിൽക്കും. എന്നാൽ പാണക്കാട് തങ്ങന്മാർക്ക് സമസ്തയെ വേണം. അവരുടെ നിലനിൽപ്പ് സമസ്തയുണ്ടായാലേ പറ്റും. അതില്ലെങ്കിൽ, സമസ്ത ഇല്ലെങ്കിൽ അവർക്ക് ആർന്ന് ഉറുക്കുതാനോ മന്ത്രിക്കാനൊന്നും പറ്റൂലെന്ന് വഹാബിൽ വിടുവോ? ഇല്ല. ഇപ്പം അതുമല്ല, അവർക്ക് പദവിയില്ല, തങ്ങൾ പദവിയില്ല, അവർ പിന്നെ അഹിൽ ബൈത്തല്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നെല്ലാം പറയുന്ന വഹാബികൾ പിന്നെ കയ്യേറും. അങ്ങനെ കയ്യേറാതിരിക്കണമെങ്കിൽ സമസ്ത വേണം. അപ്പോൾ പാണക്കാട് തക്കന്മാർക്ക് സമസ്ത തന്നെ വേണം. സുന്നീസം നിലനിൽക്കണമെങ്കിൽ സമസ്ത തന്നെ വേണം. എന്നാലോ പിന്നെ അതേപോലെ സമസ്തക്കാർക്ക് പാണക്കാട് തക്കന്മാരെയും വേണ്ടി വരും. കാരണം തങ്ങൾ കുടുംബം വേണം. ഇതാണ് മനസ്സിലായ? ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. എല്ലാ സുഹാബി വഹാബി പടകളും മനസ്സിലാക്കേണ്ടത് ഇതാണ്. അതേപോലെ സമസ്തക്ക് അക്കീം പൈച്ചിൻ്റെ കൂട്ടുകാരിയും ആവശ്യമില്ല. അവർ സമസ്തക്കാരത് വരികയും വേണ്ട. അങ്ങനെയുള്ള ഒരൊറ്റ ഒരുത്തനെയും സമസ്തക്ക് ആവശ്യമില്ല. എന്താ? പാണക്കാട് തങ്ങളെ അംഗീകരിക്കണം. ഇതാ ഇബ്രോ ഇവിടെ MT അബ്ദുള്ള മുസ്ലിയാരാക്കിയാലും ഇവിടെ നദീവിനെയാണ് ഇനി എല്ലാവരും കൂടി ആക്കണമെന്നുണ്ടെങ്കിലും ഉമ്മർ ഫൈസിനെ ആക്കിയാലും ഞങ്ങൾ അംഗീകരിക്കും.
അതാണ് സമസ്തന്നെ പ്രവർത്തകരുണ്ടാകുക. അന്നെ പോലത്തെ ആൾക്കാർക്ക് ഇത് ഇനി ആരാക്കിയാലും കുറ്റാവും, വേറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കെന്ത് ആലിക്കുട്ടി ഉസ്താദ്? നിങ്ങൾ വഖഫ് സ്വത്ത് വരെ BJP-ക്കാരെ കയറ്റിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കും. നിങ്ങൾക്ക് ദീനുമില്ല, ദുനിയാവില്ല, ആദർശമില്ല. ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് 40 അംഗ മുഷാവറയാണ് തീരുമാനിച്ചത് CIC ഹക്കീമിനെ പുറത്താക്കാൻ, അല്ലേ? CIC-ന്ന് രാജിവെച്ചു ആലിക്കുട്ടി ഉസ്താദ്. എന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും അതിനെ ഇതാക്കിയോ? പോണ പൊട്ടടോ എന്നുള്ള കോലത്തിലല്ലേ നിങ്ങൾ പരിഗണിച്ചത്? ഒരു മുതിർന്ന പണ്ഡിതൻ അതിൽ രാജിവെക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്ത മൈൻഡ് ചെയ്യാതിട്ടില്ല നിങ്ങൾ. പോട്ടെ, നിങ്ങൾ പോയ ഇവിടെ ആർക്കെന്താ എന്ന നിലയിൽ ജിഫ്രി തങ്ങൾ രാജിവെച്ചു. നിങ്ങൾക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പണ്ഡിതന്മാരോട് ഒരു ബഹുമാനമില്ല, ആദരവുമില്ല. നിങ്ങൾക്ക് പൈസ കിട്ടുമെങ്കിലും പണ്ഡിതന്മാരുടെ പേര് ഉപയോഗിക്കും, നിങ്ങൾക്ക് നക്കാൻ കിട്ടുമെങ്കിലും പണ്ഡിതന്മാരുടെ പേര് ഉപയോഗിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ഡിതന്മാർ ഒരു വിലയില്ല. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ സമസ്തയുടെ പണ്ഡിതന്മാരെ കാര്യങ്ങൾ നോക്കാൻ വിക്കായ വളണ്ടിയർമാരെ ദീനീപരമായി വളർത്തിയിട്ടുണ്ട്. ഗാനമേള നടത്താനല്ല, ഗാനമേള സ്റ്റോൾ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരല്ല. ദീനീപരമായിട്ട് നിയന്ത്രിക്കാൻ ഇവിടെ വിക്കായ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അവിടെ പോയിട്ട് കുറച്ച് ഗുണ്ടായുസം കാണിക്കാൻ കുറച്ച് ആൾക്കാർ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉമ്മത്ത് മുന്നോട്ട് എന്നുള്ള സകല ഗ്രൂപ്പുകളിലും ആരടുത്ത സെക്രട്ടറി ആണെന്ന് ചർച്ച തുടങ്ങിയത് ആരാടോ? ഈ ഫിത്തനക്കാരില്ലേ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ. അതിന് മറുപടി പറയുന്നൊരു ഫിത്തനക്കാരൊക്കെ ഉളുപ്പുണ്ട് നിങ്ങൾക്കൊക്കെ. അതില്ല എന്നറിയാം. അത് എന്തായാലും പടച്ചോനെ പേടിയില്ല. അതുകൊണ്ടാണല്ലോ ദീന് കൊണ്ട് കളിക്കുന്നത്, പണ്ഡിതന്മാരെ വെച്ച് കളിക്കുന്നത്. അലിക്കുട്ടി ഉസ്താദ് ഉപേക്ഷിച്ച സാധനമാണ് CIC. അതിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കൊണ്ട് നടക്കുക, എന്നിട്ട് അലിക്കുട്ടി ഉസ്താദ് വലിയ ആളാന്നും പറഞ്ഞെടുക്കുക. ഉളുപ്പുണ്ടോ? ഞാനും സമസ്തക്കാരനാണ്, ഞാനും ലീഗുകാരനാന്നിട്ട് വരില്ലല്ലോ. ഇപ്പൊ ലീഗ് നാഷണൽ ലീഗുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാഷണൽ ലീഗായിട്ട് ബന്ധപ്പെടില്ല. കാരണം ഞാൻ ലീഗുകാരനാണ്. അപ്പോൾ ലീഗ് പറയുന്നത് ഞാൻ അനുസരിക്കും. രാഷ്ട്രീയം നേരിച്ച് മതം എൻ്റെ സമസ്തയാണ്. സമസ്ത പറയുന്നത് ഞാൻ അംഗീകരിക്കും. അപ്പോൾ സമസ്ത പറയുന്നത് CIC-യുമായിട്ടൊരു ബന്ധവുമില്ല, വഫിയുമായിട്ടൊരു ബന്ധമില്ല, ഹക്കീം ഫൈസീനെ പിന്നെ സമസ്തയുമായിട്ടുള്ള എല്ലാ വിഭാഗത്തിനും പിടിച്ച് പുറത്താക്കിയെന്ന്. അത് അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കോ? എൻ്റെ ടൈപ്പേ നീ എന്നാ ടൈപ്പിങ് ഇജി വാ, ഇജി പഴയതൊന്നും ഇടണ്ട. ഞമ്മക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പറഞ്ഞാൽ പോരെ. ഇജി ആണായി പിറന്ന ഉമ്മാക്കും പാപ്പാക്കും ജനിച്ചവനാണെങ്കിൽ വാ കുട്ടിയെ, ആൺകുട്ടിയാണെങ്കിൽ വാ. ഇജി ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. നീ ഇതിന്റെ ക്ലിപ്പ് ഇട്ടാണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചോണ്ടി ആണായി പറഞ്ഞിക്കണെന്ന് പറഞ്ഞാണ്ട്.